വിവിധ ജില്ലകളിലെ മഴ വിശേഷങ്ങളിലേക്കും വിവരങ്ങളിലേക്കും അലേർട്ടുകളിലേക്കും തന്നെയാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അതിൽ കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം, കൊച്ചി നിന്ന് ജിജീഷ് കരുണാകരൻ, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി, ഒപ്പം തൃശ്ശൂരിൽ നിന്ന് മനോജ് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ റെഡ് അലേർട്ട് നിലവിലില്ല. പക്ഷേ പുതുക്കിയ മഴ അലേർട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി വെള്ളക്കെട്ട് ഇന്നലെ രാത്രി മുതൽ അതിരൂക്ഷമായി തുടരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. ഇനി കൊച്ചിയിലും സ്ഥിതി വേറെയല്ല. തലസ്ഥാനത്താകട്ടെ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. എന്തായാലും റോഡ് ഗതാഗതവും കാൽനട യാത്രയും ദുഷ്കരമായൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ മലയോര പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആദ്യം നമ്മൾ എത്തുന്നത് കോഴിക്കോട്ടിലേക്കാണ്. അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോടിൻ്റെ അവസ്ഥ, ഇന്നലെ ഈ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം വെള്ളം കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ രാവിലെ? തീർച്ചയായും കനത്ത ചൂടിന് ആശ്വാസമായി ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ മഴ കോഴിക്കോട് ലഭിച്ചത്. പക്ഷേ അതൊരു വലിയ ദുരിതമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഒറ്റ മഴയ്ക്ക് പൂർണ്ണമായും വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ റോഡുകൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിൽ മാത്രമല്ല, ഗ്രാമീണ പ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഗ്രാമീണ മേഖലകളിലും റോഡുകളിൽ വെള്ളം കയറി അല്ലെങ്കിൽ ഓടകൾ ശുചീകരിക്കാത്ത മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, നിരവധി കടകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനമായും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെള്ളം കയറി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നലെ രാത്രിയോടെയാണ് ശക്തമായ മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറുന്നത്. രോഗികളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിനുശേഷം വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈനേജ് സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു പാളിച്ചയാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും വരും ദിവസങ്ങളിലും ഈ ശക്തമായ മഴ പെയ്താൽ വീണ്ടും സമാനമായ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നഗരത്തിൽ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടില്ല എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചെറു പട്ടണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത്. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സാമാന്യം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങും എത്താത്തതിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ പ്രതിസന്ധിയായി അല്ലെങ്കിൽ വെല്ലുവിളിയായി വിലങ്ങുതടിയായി എല്ലാം തരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓടകളുടെ ശുചീകരണം നടന്നിട്ടില്ല. കാലങ്ങളായുള്ള വേസ്റ്റുകൾ, മാലിന്യങ്ങൾ ഈ ഓടകൾക്കുള്ളിൽ അടിഞ്ഞു കിടക്കുകയാണ്. വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം റോഡിലേക്ക് കയറുന്നു, അത് കടകളിലേക്ക് കയറുന്നു. വാഹനയാത്രക്കാർക്കും അതോടൊപ്പം തന്നെ ഈ കടകൾക്കും വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും എല്ലാം തന്നെ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ട് ഉണ്ട്. എന്തായാലും പന്തീരങ്കാവിലടക്കം ഇപ്പോഴും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ട്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഈ വേനൽമഴ. അപ്രതീക്ഷിതമായ ഈ വേനൽ മഴയിൽ വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാറ്റും ശക്തമായ രീതിയിൽ അടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചില വീടുകൾക്ക് മരം വീണ് കേടുപാടുകളും ഉണ്ടായി. മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ കനത്ത ചൂടിന് അല്ലെങ്കിൽ നല്ല വെയിലിന് ആശ്വാസമായി മഴ എത്തിയെന്നൊന്നും പറയല്ലേ. ഈ തെക്കൻ ജില്ലക്കാരായ ഞങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഈ മധ്യ ജില്ലകൾക്കും ഒക്കെ വലിയ പ്രശ്നമാണത്. ഈ ജിജീഷും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അവിടെ ഈ വെള്ളക്കെട്ടിൽ ഭയങ്കര രൂക്ഷമാണ് സാഹചര്യം. തലസ്ഥാനത്താകട്ടെ, തിരുവനന്തപുരത്താകട്ടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിൽക്കുന്ന മഴയിൽ ഞങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പാടിലാണ്. ഈ ആശ്വാസം മഴ എന്നൊക്കെ തുടക്കത്തിൽ പറയുമ്പോൾ ഞാൻ അതിശയിക്കുകയായിരുന്നു. ഇന്നലെ കോഴിക്കോടിനെ സംബന്ധിച്ച് ആശ്വാസം മഴയായിട്ട് ഇന്നലെ തുടക്കത്തിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അരുൺ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഏറ്റവും വലിയ ചൂട്, അത് വലിയൊരു പ്രതിസന്ധിയാണ്. എങ്ങനെയും ഒരു മഴ കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മഴ ഇത്ര വലിയ കെടുതി തീർക്കും എന്നുള്ള കാര്യം ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വലിയൊരു ആശങ്കയിലാണ് മുന്നോട്ട് പോകുന്നത്. വേനൽമഴ എത്തിയപ്പോൾ തന്നെ ഇതാണ് പ്രശ്നമെങ്കിൽ ഈ മഴക്കാലം, കാലവർഷം എത്തിയാൽ ഇത് എത്രത്തോളം വലിയ ദുരിതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ ആശങ്ക ഈ പകർച്ചവ്യാധി
പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. മഴക്കാലം എത്തുന്നതോടെ ഈ പകർച്ചവ്യാധികൾ വലിയ രീതിയിലുള്ളൊരു ആശങ്കയുണ്ടാക്കുന്നു. നമുക്കറിയാം, ഏതൊരു പകർച്ചവ്യാധിയാണെങ്കിലും അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിലുണ്ടാകുന്ന ഗുരുതരമായ അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ ഇവിടെ വലിയ വിലങ്ങുതടിയായി നിൽക്കുകയാണ്. നമുക്കറിയാം, വെസ്റ്റ് നൈൽ രോഗമടക്കം പനിയടക്കം കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം, മലേറിയ അടക്കമുള്ള രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കൊതുകുകൾ കൂടി പെറ്റുപെരുകുന്നതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും എല്ലാം തന്നെ ഉണ്ട്. അത് ആരോഗ്യ പ്രവർത്തകർ ആ ഒരു ആശങ്ക നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ വിലങ്ങുതടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഏറെ വൈകി നടത്താനായി ഇവരെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. സാമ്പത്തികം ഇല്ലാത്തത് മൂലം തന്നെ, അല്ലെങ്കിൽ കൃത്യമായ ആവശ്യത്തിന് പണം ഇല്ലാത്തത് മൂലം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രമാണ് പഞ്ചായത്ത് തലത്തിലും അതോടൊപ്പം തന്നെ നഗരസഭകൾ കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്തായി എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ മഴയിൽ തന്നെ അറിയാം. മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലേക്ക് ആകുന്ന ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് ഭേദവും തോന്നുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ തദ്ദേശ വാർഡുകൾക്ക് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് പണം പോലും തന്നെ വകുപ്പ് അനുവദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് തൃശ്ശൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എം മനോജ് അവിടെ നിന്നും ചേരുന്നുണ്ട്. മനോജ്, ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്ന് വന്ന ദൃശ്യങ്ങൾ ശരിക്കും പേടിപ്പിക്കുന്നവയായിരുന്നു. പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് ഈ കുറേ കാറുകളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലായിരുന്നു ചിലയിടങ്ങളിലെ ഈ കാഴ്ചകൾ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ്, രാത്രി മുഴുവനും മഴയുണ്ടായിരുന്നു? രാവിലെ എപ്രകാരമാണ് അവിടുത്തെ അവസ്ഥ? കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആരംഭിച്ച മഴ മണിക്കൂറുകളോളം നീണ്ടു നിന്നു. ആ ശക്തമായ മഴയിലാണ് നഗരത്തിലെ വിവിധയിടങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. റോഡുകളിൽ നിന്നും കടകളിലേക്കും വീടുകളിലേക്കും ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഈ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. അത് തന്നെയാണ് വാഹന ഗതാഗതത്തിനും ഈ തടസ്സം സൃഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ പല തരത്തിൽ ഗതാഗത കുരുക്കുണ്ടായി. വീടുകളിലേക്ക്, ഈ കോർപ്പറേഷന്റെ മേഖലയിലുള്ള വീടുകൾക്കുള്ളിലേക്കാണ് വെള്ളം കയറിയത്. പല വീട്ടുകാരും പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു. പല വീടുകളിലും ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മറ്റ് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ചെളികളും ഒക്കെ തന്നെ വീടിനുള്ളിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ മേഖലയിലും ഈ പാവറട്ടി മേഖലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്തൊക്കെ തന്നെ ഈ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നഗരത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ ആ നിരയിലുള്ള കടകളിലുള്ളിലേക്കും അതുപോലെ വിവിധ റോഡ്, ശങ്കരയ്യ റോഡുകളിലേക്കും അതോടൊപ്പം ഈ കേരളവർമ്മ കോളേജിന് സമീപത്തേക്കുമൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതോടൊപ്പം ഈ ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കനത്ത മഴയെ തുടർന്ന് ഈ തൃശ്ശൂർ നഗരത്തിലും മറ്റ് പ്രദേശങ്ങളിലും, അതായത് ഗുരുവായൂർ, പാവറട്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഓരോ വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ ആ വീട്ടുകാരുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ കൃത്യമായും കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ പണി, അതായത് ഈ വീടിന് സമീപത്തോടൊക്കെ പോകുന്ന റോഡിനരികെയുള്ള കാനകളുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ആശുപത്രികളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അശ്വിനി ആശുപത്രിയിലാണ് ഈ തീർച്ചയായും ആശുപത്രിയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോജ്, അത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ആശുപത്രിയുടെ അവസ്ഥയാണ് ഇത്. പലയിടത്തും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂർ മാത്രമല്ല, മറ്റ് ജില്ലകളിലും സമാനമായ ദൃശ്യങ്ങൾ ലഭ്യമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു ബോട്ട് വാങ്ങേണ്ടി വരുമോ എന്ന് വരെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ആ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ചെറിയൊരു മഴ വന്നാൽ പോലുമുള്ള വെള്ളക്കെട്ട് കാണുമ്പോൾ തോന്നുന്നതും കേരളം ഇനി പഴയതുപോലെ ആവില്ല എന്നുണ്ടോ എന്നൊക്കെ വിലപിക്കുന്നവരുമുണ്ട്. എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിനൊക്കെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് സമാധാനിക്കാം, ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി എത്താം. ജിജീഷ് കർണാകരനാണ് അവിടെ നിന്ന് ചേരുന്നത്. ജിജീഷ്, ഈ ആശ്വാസ മഴ എന്നൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷേ നമ്മുടെ പ്രേക്ഷകരടക്കം പ്രതികരിക്കുന്നത് മഴ നിലത്ത് വീണതേ ഉള്ളൂ, വെള്ളക്കെട്ട് തുടങ്ങിയെന്നാണ്. ശ്രീമതി ഉഷ നെല്ലൂരാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായി ചെറിയൊരു മഴ വന്നാൽ പോലും വെള്ളക്കെട്ട് ഉറപ്പാണ് എന്നുള്ള ഒരു അവസ്ഥയാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് എന്നൊരു പുതിയ വാർത്ത പോലും അല്ലാതായിരിക്കുന്നു. ഇപ്രാവശ്യത്തെ മഴയിൽ എങ്ങനെയാണ്?
അനു എല്ലാ തവണത്തെയും വെള്ളക്കെട്ട് അനു പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സമീപ ഭാഗങ്ങളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം തന്നെ അത് അങ്ങനെ തന്നെയാണ്. കാരണം അതിവേഗത്തിൽ വെള്ളം കയറുന്നു. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കാനകളുടെ ശുചീകരണം, കനാലുകൾ വൃത്തിയാക്കുന്നത്, നവീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വരുത്തുന്ന വീഴ്ച തന്നെയാണ്. ഇത്തവണയും ആ വീഴ്ച നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പലവട്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യത്തിൽ, അതായത് കാനകൾ വൃത്തിയാക്കാതിരിക്കുന്ന അതേ ഘട്ടത്തിൽ വലിയ വെള്ളക്കെട്ടാണ് കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. ഇന്നലെ 4 മണിയോടെയാണ് കൊച്ചിയിൽ തുടർച്ചയായി മഴ പെയ്തു തുടങ്ങിയത്. ഏതാണ്ട് മണിക്കൂറുകളായി പെയ്ത, അങ്ങനെയാണ് റെഡ് അലർട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി മാറുന്നതും ഇന്ന് ഓറഞ്ച് അലർട്ടിൽ നിൽക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ കനത്ത മഴ തുടർച്ചയായി പെയ്തതോടെ. അതോടെ MG റോഡ് ഭാഗങ്ങൾ, പനമ്പള്ളി നഗർ, എറണാകുളം സൗത്ത് KSRTC ഭാഗം, KSRTC ഏത് ചെറിയ മഴയത്ത് പോലും പൂർണ്ണമായും വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥലമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം, KSRTC പരിസരം. ഇത്തവണയും അതിനൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കനത്ത വെള്ളക്കെട്ടാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലെ അനുഭവപ്പെടുകയും ചെയ്തത്. ഇന്നും ഈ മഴ മാറാതെ നിൽക്കുന്നു എന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വെള്ളം കയറും. പ്രത്യേകിച്ച് നിരവധി വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഈ മഴ തുടർച്ചയായി പെയ്ത ഘട്ടങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മുമ്പത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്ന സ്ഥലങ്ങൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ എന്നതിലേക്കാണ് ജില്ലാ ഭരണകൂടം ആലോചിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്ത് മുട്ടോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലാണെങ്കിലും കൊച്ചി നഗരത്തിലാണെങ്കിലും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. മഴ കനത്തു പെയ്തതോടെ കഴിഞ്ഞ ദിവസം മഴയിൽ തന്നെ നഗരം വെള്ളക്കെട്ടിലേക്ക് മാറിയിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ ചെറിയൊരു ആശ്വാസത്തിന് ശേഷം വീണ്ടും മഴ കനത്ത് തന്നെ നിൽക്കുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് നിരീക്ഷണ കേന്ദ്രമാണെങ്കിലും നൽകുന്ന സൂചനകൾ. അടുത്ത 3 ദിവസം കൂടി മഴ തുടരും. ഞായറാഴ്ച ദിവസം വരെ ആയിരിക്കുമെന്ന് നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ എല്ലാ തവണയും വെള്ളം കയറുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിടങ്ങളിലുള്ള ആളുകൾ അവർ സ്വയം ചില മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ചില ആളുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക അടക്കമുള്ള കാര്യങ്ങൾ, വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പ്രധാനമായും ചെയ്യുന്നുണ്ട്.